വെബ് സീരീസുകളുടെയും ചക്കപ്പുഴം സിറ്റ്കോമിലെ സുമേഷായും ഹൃദയം നിറഞ്ഞ നടനാണ് റാഫി. 2022 നടന്റെ വിവാഹം. മഹീനയായിരുന്നു റാഫിയുടെ വധു. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹീന തന്നെയാണ് താനും റാഫിയും വേർപിരിഞ്ഞു എന്ന സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. റാഫിക്കൊപ്പം മഹീനയെ കാണാതായപ്പോൾ മുതൽ വേർപിരിഞ്ഞുവോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനുമുള്ള മറുപടിയാണ് പുതിയ വീഡിയോയിലൂടെ മഹീന നൽകിയത്. നാളുകളെ കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മോശമായ രീതിയിൽ ചില കമന്റുകളും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ പലർക്കും പല ചോദ്യങ്ങളും എന്നെക്കുറിച്ച് ചില കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടാകും. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. കാരണം എൻ്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കില്ല. എൻ്റെ ജീവിതം ചർച്ചാ വിഷയമാകാനും എനിക്ക് താല്പര്യമില്ല. കുടുംബകാര്യം യൂട്യൂബിൽ കൊണ്ടുവരുന്നത്, ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്നോട് മാത്രമല്ല, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളോടും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പലതും ചോദിക്കാറുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സിന് പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മാതാപിതാക്കളും ആളുകളുടെയും ചോദ്യം അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റഡ് ആണ്. എന്തുകൊണ്ട് വേർപിരിഞ്ഞു വരുന്ന കാര്യം വെളിപ്പെടുത്താൻ ഇപ്പോൾ താല്പര്യമില്ല. ദുബായിലേക്ക് വന്ന ശേഷം അവൾ മാറി. മഹീന റാഫിയെ ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെ കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. യുഎയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശമാണോ? കരിയർ ബന്ധപ്പെട്ട് യുഎയിലേക്ക് വരാൻ പാടില്ലേ? സ്വന്തം കാലിൽ നിൽക്കണം, മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നത്. ഞാൻ റാഫിയെ തേച്ചെന്നാണ് കമന്റുകൾ വരുന്നത്. പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത്? സിറ്റുവേഷൻ കൊണ്ട് ബന്ധം വേണ്ട വയ്ക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത്? ചതിക്കുക എന്ന് കരുതരുത്. ആൺകുട്ടികളും ഇതൊക്കെ പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളെയും നല്ലവരല്ല. മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത്. അതിന് വേറെയും കാര്യങ്ങൾ ഒരുപാടുണ്ട്. തങ്ങളുടെ സന്തോഷം മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് നന്നായി നടക്കുന്ന ആളുകളെ നാളെ നന്നായി നടക്കണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ സാഹചര്യം മാറും. ഫെയിം കണ്ടിട്ട് കിട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു കേട്ടു. എന്താണ് ഫെയിം? അതിന് പിറകിലും ലൈഫുണ്ട്. ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അത് പണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട് കിട്ടിയതാണ്. വേർപിരിയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിന് നല്ലതെന്ന് തോന്നി. പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും. ജീവൻ നഷ്ടപ്പെടുത്തുന്നവരോട് താല്പര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. കോമഡി ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നാണ് കരുതിയത്. അയാൾക്ക് വേറൊരു ലൈഫുണ്ട്. ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ മെൻ്റൽ ഹെൽത്തും ബോഡിയും മാതാപിതാക്കളുടെയും എനിക്ക് നോക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എടുത്തത് നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് മഹീന പറയുന്നത്. മഹീനയും റാഫിയും വേർപിരിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രേക്ഷകരും ആരാധകരും ഒരുപാട് സങ്കടപ്പെടുകയാണ്. നിങ്ങൾക്ക് റാഫിയെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.